അസ്സാം വലൈക്കും വറഹമത്തുല്ലാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൽ വിവാഹമെന്ന് പറയുമ്പോൾ ഒരു ആണും ഒരു പെണ്ണും അവർ തമ്മിൽ നടക്കുന്ന കരാറിനെയാണ് വിവാഹമെന്ന് പറയുക. ഇങ്ങനെ ഒരാണും മറ്റൊരു പെണ്ണും ഒരുമിച്ച് ചേർന്ന് വിവാഹബന്ധത്തിലേർപ്പെട്ട് അതിനുശേഷം അവർ ഇണചേർന്ന് ശേഷം അവരിലൂടെ മക്കളുണ്ടായി അങ്ങനെ ഒരു വലിയ സമൂഹം പിന്നീട് ഉണ്ടാകുന്നു, തലമുറകൾ അവിടെ ബാക്കിയാകുന്നു. ഇതിനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ വിവാഹവും കുടുംബജീവിതവും എന്ന കാഴ്ചപ്പാട് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. എന്നാൽ ഇന്ന് പുരോഗമനമെന്ന പേരിൽ വിവാഹവും അതുമായി ബന്ധപ്പെട്ട വിഷയവും എല്ലാം ഇന്ന് ഒരു തരം അനാചാരങ്ങളിലേക്ക്, ഒരു തരത്തിലുള്ള ആഭാസങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പുരോഗമനത്തിൻ്റെ പേരിൽ LGBTQ ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒരു വിഭാഗം ആളുകൾ അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുമ്പോൾ, ആണും പെണ്ണും വിവാഹം കഴിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ ഇവരൊക്കെ ആലോചിക്കേണ്ടത്, ഇവരുടെയൊക്കെ മാതാപിതാക്കൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ അവരുണ്ടാവുമായിരുന്നില്ല എന്നതാണ്. ഇത്തരം വികലമായ വാദങ്ങൾ യഥാർത്ഥത്തിൽ പ്രകൃതിക്ക് തന്നെ ദുരന്തമാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സൃഷ്ടിച്ചതും ഇതിലെ ഓരോ പടപ്പുകളും അത് കൃത്യമായി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ഇണകളായിക്കൊണ്ട് ആണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരാണും ഒരു പെണ്ണും, അങ്ങനെ ആണും പെണ്ണും ഇണ ചേരുമ്പോൾ മാത്രമേ അതിൻ്റെ അനന്തരാവകാശം അല്ലെങ്കിൽ അനന്തരാവകാശികളായി ബാക്കിയുള്ള ആളുകൾ ഉണ്ടാവുകയുള്ളൂ, അതിൻ്റെ പിൻതലമുറക്കാർ ജീവിച്ചിരിക്കുകയുള്ളൂ. എന്നാൽ ഇങ്ങനെ ആണും വിവാഹം കഴിക്കുക, പെണ്ണും വിവാഹം കഴിക്കുക, ഇത് ഒരു തരത്തിലുള്ള അരാജകത്വമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ തിന്മ അത് തിന്മയാണ് എന്നും മ്ലേച്ഛവൃത്തിയാണ് എന്നും, ഈ തിന്മ ഈ ലോകത്ത് ആദ്യമായി തുടങ്ങിയത് തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലാണ് എന്നും വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. അതിൻ്റെ അനന്തരഫലമായിക്കൊണ്ട് ആ നാട് നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഒരു നാട് നശിപ്പിക്കപ്പെടാൻ കാരണമാകുന്ന വലിയ തിന്മയാണ് ഇന്ന് സമൂഹത്തിൽ ഒരു വലിയ പുതിയൊരു പുരോഗമനമെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു ഭാഗത്ത് അത് നിൽക്കുമ്പോൾ വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ തന്നെയും വിവാഹം അതിൻ്റെ ശരിയായ ലക്ഷ്യത്തെ മറന്നുകൊണ്ടാണ് വിവാഹത്തിലേക്ക് ഏർപ്പെടുന്നത്. ഈ അടുത്ത് ദിവസങ്ങളിൽ നമ്മൾ കേട്ട വാർത്തയാണ് കൊണ്ടോട്ടിയിലെ 19-കാരിയുടെ മരണം. നിറത്തിൻ്റെ പേരിൽ 20 ദിവസം മാത്രം വിവാഹം കഴിച്ച് ജീവിതത്തിൽ പ്രവേശിച്ച ആ 19-കാരി ഒരു കയറിൽ അവസാനിക്കാൻ കാരണമായത് വിവാഹത്തിൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ടുള്ള വിവാഹമായതുകൊണ്ടാണ്. ഈ വിവാഹമെന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു ദൃഷ്ടാന്തമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. ഈ വിവാഹം നിങ്ങളെ ഇണയായി സൃഷ്ടിച്ചത്, ഇത് ഒരു ദൃഷ്ടാന്തമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. ലിതസ്കുനു ഇലൈഹ, അതിലേക്ക് സമാധാനമടയാൻ. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും സമാധാനമാണ് എന്നാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അവർക്കിടയിൽ പരസ്പരം പ്രേമവും കാരുണ്യവും ഇട്ടു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. ഈ ആയത്തിന് അങ്ങനെ തന്നെ പഠിച്ച് ആഴത്തിലൊന്ന് അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇതെത്ര വലിയ സത്യമാണ്. അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവ് കൃത്യമായി മാർഗദർശനം നമുക്ക് നൽകുന്നുണ്ട്. ഇതൊരു ദൃഷ്ടാന്തമാണ്, കളിതമാശയല്ല. വിവാഹമെന്നത് കുട്ടിക്കളിയല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, വിവാഹത്തിലേക്ക് ഏർപ്പെടുന്ന ആളുകളോടുള്ള നിർദ്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തുൻകഹുൽ മർഅതു ലി അർബഅത്തിൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു പെണ്ണ് വിവാഹം ചെയ്യപ്പെടുന്നത്. ലിമാലിഹ, ഒന്നുകിൽ അവളുടെ സമ്പത്ത് കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ വലി ഹസബിഹ, അവളുടെ കുടുംബ മഹിമ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ വലി ജമാലിഹ, അവളുടെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും,
നാലാമത്തത് വലിദീനിഹ, അവരുടെ മതബോധം, മതനിഷ്ഠ കണ്ടിട്ടായിരിക്കും. നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഏത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. സൗന്ദര്യത്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ടാണ് ജീവിതം അവസാനിച്ചത്. പലരും സമ്പത്തിൻ്റെ പിന്നാലെ പോകും. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ സമ്പത്തൊക്കെ നഷ്ടപ്പെടുമ്പോൾ പിന്നെ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ അകന്നുപോകും. ചില ആളുകൾ കുടുംബ മഹിമ കൊണ്ട് മാത്രം ഒന്നിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിലും പ്രശ്നങ്ങൾ ഉടലെടുക്കും. എന്നാൽ പ്രവാചകൻ കൃത്യമായി പ്രശ്നങ്ങളില്ലാതിരിക്കാൻ, സമാധാനപരമായ ജീവിതം നയിക്കാൻ, ഏറ്റവും മനോഹരമായ വിവാഹ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ കാരണമായി കൊണ്ട് പഠിപ്പിച്ചു തന്നത്, നോക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നത് ഫളുഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. നീ അവളുടെ ദീനിലേക്ക് നോക്ക്, അവളുടെ മതനിഷ്ഠയിലേക്ക് നോക്ക്. അങ്ങനെ മതനിഷ്ഠയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തരിബത് യദാക്, നീ മണ്ണിൽ പുരളേണ്ടി, നിന്റെ കൈകൾ മണ്ണിൽ പുരളേണ്ടി വന്നാലും ശരി, അതായത് അത്യാവശ്യം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പോറ്റേണ്ടി വന്നാലും ശരി, നിനക്കുത്തമമായിട്ടുള്ളത് നല്ല മതബോധമുള്ള പെണ്ണിനെ ജീവിതത്തിൽ കൈപിടിച്ച് കയറ്റുക എന്നതാണ്. സമ്പത്തിൻ്റെ പിന്നാലെ പോയാൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ദീനിനേക്കാൾ സൗന്ദര്യത്തെയാണ് പ്രാമുഖ്യം നൽകുന്നത് എങ്കിൽ ജീവിതം തകരാറിലാകും. സൗന്ദര്യം ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടാം. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ സൗന്ദര്യം നഷ്ടപ്പെടും, സമ്പത്ത് നഷ്ടപ്പെടും. എത്ര സമ്പന്നന്മാരാണ് ഒന്നുമില്ലാത്ത ആളുകളായി മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുടുംബ മഹിമകൾ, അത് എന്നൊന്നും നിലനിൽക്കണമെന്നില്ല. കുടുംബ മഹിമ കൊണ്ട് ഒന്നും ദുനിയാവിലോ പരലോകത്തോ നേടാനുമില്ല. അങ്ങനെ നേടാമായിരുന്നുവെങ്കിൽ പല പ്രവാചകന്മാരുടെയും ഭാര്യമാർ ഇന്ന് നരകത്തിലാണ് എന്നാണ്. ഇസ്ലാം വളരെ മോശമായി ചിത്രീകരിച്ച ഒരു വ്യക്തി, ഫിർഔൻ എന്ന വ്യക്തിയുടെ ഭാര്യ ഇന്ന് സ്വർഗത്തിലുമാണ്. അപ്പോൾ കുടുംബ മഹിമ കൊണ്ട് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി വരച്ച് കാണിച്ചു തന്നത് ഫളുഫർ ബിദാത്തിദ്ദീൻ. നിങ്ങൾക്ക് സമ്പത്ത് നോക്കാം, സൗന്ദര്യം നോക്കാം, കുടുംബ മഹിമ നോക്കാം, പക്ഷേ എല്ലാത്തിനേക്കാളും മികച്ചു നിൽക്കേണ്ടത് ഫളുഫർ ബിദാത്തിദ്ദീൻ, അവളുടെ ദീനിനെയാണ്. ആ ദീനനുസരിച്ചുള്ള ജീവിതവും മതനിഷ്ഠയുമുള്ള ഒരു പെണ്ണിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയാൽ അവിടെ സമാധാനമുണ്ടാകും, അവിടെ സന്തോഷമുണ്ടാകും. ഒരിക്കലും ഇത് വിവാഹമെന്നത് കളിതമാശയല്ല, കുട്ടിക്കളിയല്ല, കുറച്ചു കാലത്തേക്ക് സൂഹിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടല്ല. മറിച്ച് ഇത് ജീവിതാവസാനം വരെ അല്ല, മരണാനന്തരവും നമുക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനും ഒരുമിച്ച് കഴിയാനുമുള്ള ബന്ധമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അഖദ്ന മിൻകും മീസാകൻ ഗലീള, ഒരു ശക്തമായ കരാറാണിത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മാത്രമല്ല, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളൂ എന്ന് പറയുമ്പോൾ അൻതും വ അസ്വാജുക്കും, നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ബന്ധമല്ല, ഒരു കുട്ടിക്കളിയല്ല, തമാശയല്ല. ഇന്ന് ആർഭാടങ്ങളും ആഭാസങ്ങളുമാണ് യഥാർത്ഥത്തിൽ വിവാഹരംഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് നമ്മൾ ഇന്നലകളിൽ വായിച്ച കേട്ട വാർത്തകൾ, പടക്കം പൊട്ടിച്ചതിൻ്റെ പേരിൽ തൊട്ടടുത്തുള്ള അയൽവാസിയുടെ കുട്ടിക്ക് വളരെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന, തീവ്ര പരിചരണങ്ങൾ നേരിടേണ്ടി വരുന്ന, ആശുപത്രികളിൽ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇത്തരം ആഭാസങ്ങളോ അല്ലെങ്കിൽ അട്ടഹാസങ്ങളോ അല്ലെങ്കിൽ കുട്ടിക്കളികളോ അല്ല വിവാഹത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് ഇസ്ലാം കൃത്യമായി വരച്ച് കാണിച്ചു തരുന്നു. വിവാഹം ലളിതമാകണം, മനോഹരമാകണം, അതൊരു സന്തോഷത്തിൻ്റെ സുദിനമാണ്. അത് ആർഭാടത്തിൻ്റെയോ അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ആ വിവാഹം ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള വിവാഹമാണ് എങ്കിൽ അതിൽ ബറക്കത്തുണ്ടാകും, അതിൽ നന്മയുണ്ട്. അതാണ് നന്മ. സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ ഇന്ന് എന്തൊക്കെ കോലാഹലങ്ങളാണ് കുടുംബ വീടുകളിൽ, കുടുംബ സദസ്സുകളിൽ ഒക്കെയും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു പവൻ കുറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ കാലാകാലം ആ സ്ത്രീയെ ടോർച്ചർ ചെയ്യുന്ന അമ്മായിയമ്മയെ കാണാൻ സാധിക്കും. ഒരല്പം സൗന്ദര്യം കുറഞ്ഞതിൻ്റെ പേരിലാണ് തൂക്കുകയറ്, അല്ലെങ്കിൽ ഒരു കയറിൻ്റെ തുമ്പിൽ ജീവിതം അവസാനിപ്പിച്ചത് എങ്കിൽ വിവാഹം അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്, അതിന് കൃത്യമായ മാർഗദർശനം ഇസ്ലാം
പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ശരി, അതിലൂടെ മാത്രമേ നന്മകളുള്ളൂ എന്ന് തിരിച്ചറിയുക, കൂടുതൽ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.